ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. വീണ്ടും ആ നിലവിളി ശബ്ദം ആരുടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ദൃശ്യം ത്രീ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്നാണ് റിലീസ് ചെയ്തത് അല്ലേ? അതായത് മെയ് 21 ഇന്ന് ജൂൺ 13. മെയ് 21 തൊട്ട് ജൂൺ 13 വരെ എത്ര ദിവസമായി എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഓരോ ആൾക്കാർക്കും മനസ്സിലാവും. ഏതാണ്ട് 23 ദിവസം ആയിട്ടുണ്ട്. പോട്ടെ, 24 ദിവസം കൂട്ടിക്കോളൂ പടം റിലീസായിട്ട്. നമ്മൾ ഇന്നലെ കണ്ട പോസ്റ്റർ എന്തായിരുന്നു? 30ാം ദിനം 330 കോടി. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ ഇതിൽ എഴുതിയിട്ടുണ്ട് ടോട്ടൽ ബിസിനസ് 330 കോടി രൂപ 30ാം ദിനം സിനിമ സ്വന്തമാക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റർ വന്നത്. അതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ എൻ്റെ ഒരു വീഡിയോ. അപ്പം കണക്കിന് 24 ദിവസമായിട്ടുള്ളൂ. അതിനകത്ത് ഒരു 6 ദിവസം നമ്മുടെ ആൻ്റണി ചേട്ടൻ തള്ളി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതായത് മുൻകൂട്ടി പുള്ളി അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ് 330 കോടി രൂപ 30ാം ദിവസം ആകുമ്പോൾ കിട്ടുമെന്നാണോ അതോ 30 ആക്കി തള്ളിയതാണോ എന്നൊന്നും അറിയില്ല. വെച്ചിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ ലാലേട്ടൻ്റെ ചില ഫാൻസുകാരുണ്ടല്ലോ, സത്യം പറയാം, ഇവന്മാർക്ക് തലയ്ക്കകത്ത് ബോധമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ തിരുത്താൻ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കുക. ഇവിടുത്തെ ജനങ്ങളെല്ലാം അരിയാഹാരമാണ് തിന്നുന്നത്. അവരുടെ തലയ്ക്കകത്ത് കളിമണ്ണല്ല. അവരൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാ. ഇനി 330 350 ഇനി 500 കോടിയാണെങ്കിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ തള്ളിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. അല്ലാതെ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ 300 കോടി 500 കോടിയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പ്രശ്നം? മലയാള സിനിമയുടെ അഭിമാനമല്ലേ അതൊക്കെ നമ്മളതിനെ പ്രൗഡ്, നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യാണ്. മലയാള സിനിമകളൊക്കെ അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തായാലും എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു വേട്ടവളിയൻ മുഖമൊന്നും കാണിക്കാതെ അവൻ യൂട്യൂബിലൂടെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഹായ്, വീണ്ടും ആ നിലവിളി ശബ്ദം ആരുടെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ദൃശ്യം 3 എന്ന സിനിമയുടെ കളക്ഷൻ പ്ലസ് ബിസിനസ് 330 കോടിയായി എന്നുള്ളൊരു പോസ്റ്റർ വന്നു ഇന്നലെ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ കേൾക്കാം ആ നിലവിളി ശബ്ദം എന്ന്. അത് സത്യമായി അത് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ, സിനിമാ കാഴ്ച നവാസിന്റെ ആ നിലവിളി ശബ്ദം ഇവിടെ വരെ കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? പുള്ളി ആകെ പെട്ട് കിടക്കുന്നേ. പുള്ളി ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ലാലേട്ടൻ എയറിലാണ്, അതായത് ഫുട്ബോളുകളൊക്കെയാണ്. ലാലേട്ടന്റെ ഒരു സോങ് കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ എടുത്ത് പുള്ളി റിയാക്ട് ചെയ്ത് ലാലേട്ടൻ എയറിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ലക്ഷ്യം കളിയാക്കുക എന്നുള്ളത് തന്നെയാണ്. പുള്ളി പറയുന്നത് സാധാരണ ഫുട്ബോളൊക്കെ വരുമ്പോൾ ഷക്കീലയാണ് ഇത്തരം പാട്ടുമായിട്ടൊക്കെ വരിക എന്നുള്ളതാണ്. ഈ പുള്ളിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഷക്കീലയല്ല ഷക്കീറ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വിവരമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതുമാതിരി മന്നിപ്പാവരുത് എന്നുള്ളതാണ്. ഇപ്രാവശ്യം ലാലേട്ടനാണ് ആ സോങ്ങുമായി വന്നിരിക്കുന്നത്. ലാലേട്ടൻ എയറിലാണ് എന്നാണ് പുള്ളി പറയുന്നത്. ശരി, അത് പോട്ടെ. പുള്ളിയുടെ വിവരമില്ലായ്മ, സങ്കടം അതൊക്കെയാണ് എന്ന് വിചാരിക്കാം. ഇപ്പോ ദൃശ്യം 3യുടെ കളക്ഷൻ പ്ലസ് ബിസിനസ് കണ്ട് പുള്ളിയുടെ കണ്ണ് തള്ളിയിട്ട് പുള്ളി പറയുന്നത് ആന്റണി പെരുമ്പാവൂര് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ വിചാരം ഇപ്പോഴും ഇത് കളക്ഷനാണ് എന്നുള്ളതാണ്. പുള്ളി ഇതിന് മുൻപും ഇതേ മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എമ്പുരാന്റെ കേസിൽ 325 കോടി എങ്ങനെ കിട്ടും, ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് പുള്ളി വീഡിയോ ചെയ്തതാണ്. അന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ് എന്ന്. അതെന്താണ് എന്ന് പുള്ളിക്ക് അറിയില്ല. അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3യുടെ ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ് ആണ് ഈ പറയുന്ന 330 കോടി. പല ആൾക്കാർക്കും കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടില്ല. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ കരച്ചിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതുകൊണ്ട് വലിയ പുതുമയൊന്നും ഇല്ല. പിന്നെ ദൃശ്യം 3യുടെ ബിസിനസ് കളക്ഷൻ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. 330 കോടിയാണോ കിട്ടിയിരിക്കുന്നത്, അതിനും മുകളിലല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് മനോരമയും പെൻ സ്റ്റുഡിയോസും ഒരുപാട് പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ എന്നൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇവിടെ മനോരമ മുടക്കിയ പണമോ പെൻ സ്റ്റുഡിയോസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമോ കൂട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ്, അതായത് സാറ്റലൈറ്റ് OTT അങ്ങനത്തെ ബിസിനസ് മാത്രമാണ് ഈ 300. അപ്പൊ ഷക്കീല അല്ല ഷക്കീറ. എടാ, ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാടാ ഷക്കീറ തന്നെയാണെന്നുള്ളത്. പിന്നെ നിനക്കത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് പറയാൻ. അപ്പോൾ ഈ 330 കോടി 30ാം ദിനം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സംഭവം സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായെന്നുള്ളത് ഈ അരിയാഹാരം തിന്നുന്നവനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്തിട്ടുള്ള മരമണ്ടനായിട്ടുള്ള ലാൽ ഭക്തനായിട്ടുള്ള പൊട്ടനായിട്ടുള്ള നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തും 6 ദിവസം തള്ളി അങ്ങോട്ട് കയറ്റി 330 കോടി എന്ന് ഒരു പോസ്റ്ററൊക്കെ അടിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉളുപ്പും മാനവും വേണം. ഇത് തീരെ ഇല്ലാത്ത ഇനമാണ് പ്രൊഡ്യൂസർ എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്ത് കേട്ടാലും അത് അപ്പാടെ വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കുരയ്ക്കുന്ന നിന്നെപ്പോലുള്ള മരവാഹനങ്ങളാണ് സത്യത്തിൽ ഈ ലാൽ
നടന്റെ ഒരു ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവൻ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കാണിക്കാതെ വന്നിട്ട് എന്തൊക്കെയോ പിച്ചും പിഴിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പം 24 ദിവസമായിട്ടുള്ള സിനിമ 24 ദിവസമായിട്ടുള്ള സിനിമ 30 ദിവസം ഒന്ന് തള്ളിയത് മാത്രമല്ല 330 കോടി ഗ്രോസ് കളക്ഷനാണ്. അതായത് ഈ സിനിമ 220 കോടി എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തന്നെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇട്ടു കേട്ടോ. പിന്നെ പെട്ടെന്നാണ് 110 കോടി രൂപ ടോട്ടൽ ഗ്രോസ്. ഓഫ്, രക്ഷയില്ല കേട്ടാ. ഇങ്ങനെയൊക്കെ തള്ളണമെങ്കിൽ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ഒരുത്തനെയും കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ വേറെ ലെവലാണ് മച്ചാന്മാരെ, വേറെ ലെവലാ. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തന്നെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതെല്ലാം അവൻ്റെ കരച്ചിൽ വല്ലാത്ത കരച്ചിലാണ് കേട്ടോ. ഓക്കെ ബൈ.